നമസ്കാരം. മിഡീസ്റ്റ് അവറിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഹജ്ജ് ക്യാമ്പ് 20-ന് തുടങ്ങും. 166 തീർത്ഥാടകരുമായി ആദ്യ വിമാനം 21-ന് കരിപ്പൂരിൽ നിന്ന് പുറപ്പെടും. മലപ്പുറം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഒരുക്കങ്ങൾ വിലയിരുത്തി. ഒമാനിൽ വേനൽക്കാലത്ത് ഉയർന്ന വൈദ്യുതി ബിൽ ഒഴിവാക്കാൻ ഉപഭോക്താക്കൾക്ക് അവസരം. ഫിക്സഡ് പേയ്മെന്റ് സേവനം നടപ്പാക്കും. വരിക്കാർക്ക് വർഷം മുഴുവനും നിശ്ചിത തുക അടയ്ക്കാം. സൗദിയിൽ വിമാനത്താവളങ്ങളുടെ വികസനം അതിവേഗത്തിൽ. ദമാം കിങ് ഫഹദ് വിമാനത്താവള വികസനം 2025ഓടെ പൂർത്തിയാക്കും. 110 പദ്ധതികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ 6 വിമാനത്താവളങ്ങളിൽ വാണിജ്യ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്വകാര്യ മേഖലയ്ക്കും അവസരം. കുവൈത്തിൽ ആരോഗ്യരംഗത്തെ ജീവനക്കാരുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം. പുരുഷന്മാർക്ക് 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും സ്ത്രീകൾക്ക് 7 മുതൽ ഉച്ചയ്ക്ക് 1:45 വരെയും ജോലി. 30 മിനിറ്റ് ഗ്രേസ് പീരീഡ്. രാജ്യത്ത് ബയോമെട്രിക് രജിസ്റ്റർ പൂർത്തിയാക്കാനുള്ള സമയപരിധി നീട്ടി. റഫ ആക്രമണം ഗസ സമാധാന ചർച്ചകൾ സ്തംഭിപ്പിച്ചെന്ന് ഖത്തർ പ്രധാനമന്ത്രി. യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിന് ഒരു വ്യക്തതയുമില്ലെന്നും ഖത്തർ സാമ്പത്തിക ഫോറത്തിൽ നടന്ന ചർച്ചയിൽ അദ്ദേഹം വ്യക്തമാക്കി. ഖത്തർ സാമ്പത്തിക ഫോറത്തിൽ നടന്ന പാനൽ ചർച്ചയിലാണ് ഗസ മധ്യസ്ഥ ചർച്ചകൾ നേരിടുന്ന വെല്ലുവിളികൾ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി വിശദീകരിച്ചത്. മെയ് 6-ന് റഫയിലേക്കുള്ള ഇസ്രായേലിന്റെ കടന്നുകയറ്റം ചർച്ചകൾ സ്തംഭിപ്പിച്ചു. Especially in the past few weeks, we have seen some momentum building, but unfortunately things didn't move in the right direction. And right now, we are in a status of almost a stalemate. Of course, what happened with Rafah has set us backward. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് കൃത്യമായ പദ്ധതികളില്ല. ഹമാസ് വെടിനിർത്തൽ ആവശ്യപ്പെടുന്നു. ബന്ദിമോചനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇസ്രായേലിന് ബന്ദികളെ മോചിപ്പിക്കണം. എന്നാൽ യുദ്ധം തുടരുന്നു. When there are two parties who want to agree on something, you need to agree on the baseline first of all. And I believe that what we are seeing, there is a fundamental difference between the two parties. There is one party who wants to end the war and then talk about the hostages. There is another party who wants the hostages and wants to continue the war. And as long as there is no any commonality between those two things. വിഷയത്തിൽ ഖത്തറിന് മധ്യസ്ഥന്റെ റോള് മാത്രമാണുള്ളതെന്നും ഖത്തറിനെതിരെ ഉയർന്ന വിമർശനങ്ങളോട് പ്രധാനമന്ത്രി പ്രതികരിച്ചു. മീഡിയ 1 ദോഹ. സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ഈ മാസം 21-ന് കരിപ്പൂരിൽ നിന്ന് പുറപ്പെടും. ഹജ്ജ് ക്യാമ്പ് 20-ന് ആരംഭിക്കും. ക്യാമ്പിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ മലപ്പുറം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പ് 20-ാം തീയതി രാവിലെ 10 മണി മുതൽ തുടങ്ങും. 21-ന് പുലർച്ചെ 12:05-നാണ് ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെടുക. ആദ്യ വിമാനത്തിൽ 166 തീർത്ഥാടകർ ജിദ്ദയിലേക്ക് പുറപ്പെടും. പുലർച്ചെ 3:50-ന് വിമാനം ജിദ്ദയിലെത്തും. 21-ന് രാവിലെ 8 മണിക്കും വൈകുന്നേരം 3 മണിക്കും കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുണ്ട്. മെയ് 26-നാണ് കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. കണ്ണൂരിൽ നിന്ന് ജൂൺ 1 മുതലാണ് ഹജ്ജ് വിമാനങ്ങൾ സർവീസ് നടത്തുക. കരിപ്പൂരിൽ നിന്ന് 10,930 തീർത്ഥാടകരും കൊച്ചിയിൽ നിന്ന് 4,273 തീർത്ഥാടകരും കണ്ണൂരിൽ നിന്ന് 3,135 തീർത്ഥാടകരുമാണ് യാത്ര തിരിക്കുക. മറ്റ് എംബാർക്കേഷൻ പോയിന്റുകളിലുള്ളതിനേക്കാൾ 35,000 രൂപ കരിപ്പൂരിൽ നിന്നുള്ള യാത്രക്കാർ അധികം നൽകണം. ബംഗളൂരു, ചെന്നൈ, മുംബൈ വിമാനത്താവളങ്ങളിൽ നിന്നായി 45 പേരും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഇത്തവണ ഹജ്ജിന് പോകും. കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും കണ്ണൂർ, കൊച്ചി വിമാനത്താവളങ്ങളിൽ നിന്ന് സൗദി എയർലൈൻസുമാണ് ഹജ്ജ് വിമാന സർവീസ് നടത്തുക. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. തുടർന്ന് ഹജ്ജ് കമ്മിറ്റി യോഗവും ചേർന്നു. മീഡിയ 1 മലപ്പുറം. കുവൈത്തിൽ ആശുപത്രികളുടെയും ക്ലിനിക്കുകളുടെയും ജീവനക്കാരുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തിയതായി ആരോഗ്യ മന്ത്രാലയം. ആശുപത്രി, സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സെന്ററുകൾ, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിലെയും പ്രവർത്തന സമയമാണ് മാറ്റം വരുത്തിയത്. പുരുഷ ജീവനക്കാർക്ക് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും സ്ത്രീ ജീവനക്കാർക്ക് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1:45 വരെയുമാണ് ജോലി സമയം. ജോലിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ജീവനക്കാർക്ക് 30 മിനിറ്റ് ഗ്രേസ് പീരീഡ് അനുവദിക്കും. ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. കുവൈത്തിൽ ബയോമെട്രിക് രജിസ്റ്റർ പൂർത്തിയാക്കാനുള്ള സമയപരിധി നീട്ടി. സ്വദേശികൾക്ക് സെപ്റ്റംബർ 30 വരെയും വിദേശികൾക്ക് ഡിസംബർ 30 വരെയുമാണ് പുതുക്കിയ സമയമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു.
ബയോമെട്രിക് നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിന്റെ ഭാഗമായാണ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസബാഹ് സമയപരിധി നീട്ടുവാനുള്ള നിർദ്ദേശം നൽകിയത്. ബയോമെട്രിക് ഫിംഗർ പ്രിന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. സ്വദേശികളും പ്രവാസികളും ജൂൺ 1 മുമ്പായി ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്ന് അധികൃതർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ദിവസങ്ങൾ കാത്തിരുന്നിട്ടും സഹിയൽ ആപ്പ് വഴിയോ മെറ്റ വെബ് പ്ലാറ്റ്ഫോം വഴിയോ അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്ത സാഹചര്യമായിരുന്നു. പുതിയ തീരുമാനം വന്നതോടെ മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ഏറെ ആശ്വാസമായി. സഹൽ ആപ്പ് വഴിയും മെറ്റ പ്ലാറ്റ്ഫോം വഴിയുമാണ് ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യേണ്ടത്. മുൻകൂർ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ബയോമെട്രിക് രജിസ്ട്രേഷൻ അനുവദിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. അടുത്ത വർഷത്തോടെ രാജ്യത്ത് താമസിക്കുന്ന മുഴുവൻ പേരുടെയും ബയോമെട്രിക് വിവരങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. മീഡിയ 1 കുവൈറ്റ് സിറ്റി. അബുദാബിയിൽ നിയമലംഘനം കണ്ടെത്തിയ 50 റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾക്ക് പിഴ ശിക്ഷ. 7 ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കി. രജിസ്റ്റർ ചെയ്യാത്ത പ്രോജക്ട് മാർക്കറ്റിംഗ് നടത്തിയതിനാണ് ബ്രോക്കറേജ് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയത്. 7 ബ്രോക്കറേജ് സ്ഥാപനങ്ങൾക്ക് 30,000 ദിർഹമാണ് പിഴയായി ഈടാക്കിയത്. ഈ വർഷം ആദ്യപാദത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയതെന്ന് അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ അറിയിച്ചു. 30 റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് 50,000 ദിർഹം വീതമാണ് പിഴ ഈടാക്കിയിട്ടുള്ളത്. റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ള നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാണ് പിഴ ചുമത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ 1 അബുദാബി. സൗദിയിൽ 78 റിക്രൂട്ട്മെന്റ് ഓഫീസുകളുടെ ലൈസൻസ് റദ്ദാക്കി. റിക്രൂട്ട്മെന്റ് നിയമങ്ങളുടെ ലംഘനത്തിൽ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റേതാണ് നടപടി. ഈ വർഷം ആദ്യപാദത്തിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് 70 ഓഫീസുകളിൽ നിന്നുള്ള ലൈസൻസ് പിൻവലിച്ചത്. അതോടൊപ്പം റിക്രൂട്ട്മെന്റ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾക്ക് 8 സ്ഥാപനങ്ങളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. നിയമം അനുശാസിക്കുന്ന മിനിമം മാനദണ്ഡങ്ങൾ പോലുമില്ലാത്ത സ്ഥാപനങ്ങളാണ് നടപടിക്കിരയായത്. ഷെൽട്ടർ മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കാതിരിക്കുക, പരാതികൾ പരിഹരിക്കുന്നതിൽ കാലതാമസം വരുത്തുക, ഇടപാടുകാർക്ക് പണം തിരികെ നൽകാതിരിക്കുക, തൊഴിലാളികളെ സ്വതന്ത്രമായി മറ്റു ജോലികളിൽ ഏർപ്പെടാൻ അനുവദിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് മന്ത്രാലയം പരിശോധനയിൽ കണ്ടെത്തിയത്. റിക്രൂട്ട്മെന്റ് പ്രക്രിയയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി മുഴുവൻ കമ്പനികളും നിയമം പാലിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ മുസാനിദ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതുവഴി റിക്രൂട്ട്മെന്റ് മേഖലയിലെ സേവനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1 റിയാദ്. ഓസ്ട്രേലിയ ജീവനുള്ള ആടുകളുടെ കയറ്റുമതി നിർത്തുന്നു. 2028 വരെ നിയന്ത്രണം തുടരുമെന്ന് ഓസ്ട്രേലിയൻ കൃഷിമന്ത്രി പറഞ്ഞു. കുവൈത്തിൽ ആടുകളുടെ വരവ് കുറഞ്ഞതോടെ പ്രാദേശിക ആടുകളുടെ വില വർദ്ധിക്കാൻ സാധ്യതയേറി. ഇറാൻ, ജോർദൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് കുവൈത്തിലേക്ക് പ്രധാനമായും ആടുകൾ വരുന്നത്. രാജ്യത്ത് വലിയ തോതിൽ ഓസ്ട്രേലിയൻ ആടുകൾക്ക് ആവശ്യക്കാരുണ്ട്. ദമാം കിങ് ഫഹദ് വിമാനത്താവളത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ അടുത്ത വർഷത്തോടെ പൂർത്തീകരിക്കുമെന്ന് ദമാം എയർപോർട്ട് കമ്പനി. വിമാനത്താവളത്തിന്റെ ബഹുമുഖ വികസനം ലക്ഷ്യമാക്കി 100-ലേറെ പ്രോജക്ടുകളാണ് നടന്നുവരുന്നത്. വിമാനത്താവളത്തിലെ യാത്രാ സൗകര്യങ്ങളുടെയും കാർഗോ സൗകര്യങ്ങളുടെയും വർധനവടക്കം ലക്ഷ്യമിട്ടാണ് പദ്ധതി. ദമാം കിങ് ഫഹദ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കി വരുന്ന മുഴുവൻ പ്രൊജക്ടുകളുടെയും പൂർത്തീകരണം അടുത്ത വർഷത്തോടെ പൂർത്തിയാക്കുമെന്ന് ദമാം എയർപോർട്ട് കമ്പനി സിഇഒ മുഹമ്മദ് അൽ ഹസനി പറഞ്ഞു. വിമാനത്താവളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും യാത്രാനുഭവങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് 110 പ്രൊജക്ടുകളാണ് പുരോഗമിക്കുന്നത്. ഇവയിൽ 10 കഴിഞ്ഞ വർഷത്തോടെ പൂർത്തീകരിച്ചു. ബാക്കിയുള്ളവ അടുത്ത വർഷത്തോടെ പൂർത്തിയാക്കുമെന്നും സിഇഒ വ്യക്തമാക്കി. പദ്ധതികൾ പൂർത്തിയാക്കുന്നതോടെ ഉന്നത സാങ്കേതിക വിദ്യയിലും പ്രവർത്തനക്ഷമതയിലും വിമാനത്താവളം ഏറെ മുന്നിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 17 ബഡ്ജറ്റ് എയർലൈൻ കമ്പനികളും 28 മുൻനിര വിമാന കമ്പനികളും ദമാം വിമാനത്താവളത്തിൽ നിന്നും സർവീസ് നടത്തിവരുന്നുണ്ട്. ഇതിനു പുറമെ കാർഗോ എയർലൈനുകളും സർവീസ് രംഗത്ത് സജീവമാണ്. 2023 15 പുതിയ കേന്ദ്രങ്ങളിലേക്ക് ദമാമിൽ നിന്നും സർവീസുകൾ ആരംഭിച്ചു. ഇതോടെ ദമാം വിമാനത്താവളത്തിൽ നിന്നുള്ള ഡെസ്റ്റിനേഷനുകളുടെ എണ്ണം 65ആയി ഉയർന്നു. ഇത് 100ആയി ഉയർത്തുകയാണ് അടുത്ത ലക്ഷ്യം. ഒപ്പം യാത്രക്കാരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവും ലക്ഷ്യമിടുന്നു. 2023 യാത്രക്കാരുടെ എണ്ണത്തിൽ 16% വളർച്ച രേഖപ്പെടുത്തി 1,13,00,000 ഉയർന്നിട്ടുണ്ട്. നൌഷാദ് റിക്കൂർ, മീഡിയ 1 ദമാം. സൗദിയിൽ വിമാനത്താവളങ്ങളോട് ചേർന്ന് വാണിജ്യ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ നിക്ഷേപകർക്ക് അവസരം. രാജ്യത്തെ 6 വിമാനത്താവളങ്ങളിലാണ് വാണിജ്യ കെട്ടിടങ്ങൾ നിർമ്മിക്കുക. വിമാനത്താവളങ്ങളുടെ വികസന ചുമതലയുള്ള കമ്പനി തന്നെയാണ് ഇതിനും മേൽനോട്ടം വഹിക്കുക. സൗദിയിൽ 6 നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളങ്ങളിലാണ് വാണിജ്യ കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള തീരുമാനം. ഇതിനായി നിക്ഷേപകർക്ക് ആവശ്യമായ ഭൂമി കൈമാറും. ഹായിൽ, യാംബു, നജ്റാൻ, അൽബഹ, ബീഷ, റഫ എന്നീ നഗരങ്ങളിലെ വിമാനത്താവളങ്ങളാണ് നവീകരിക്കുന്നത്.
സ്വകാര്യ മേഖലയിൽ പ്രാദേശികവും അന്തർദേശീയവുമായ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയാണ് ലക്ഷ്യം. സൗദിയിൽ വിമാനത്താവളങ്ങളുടെ വികസന ചുമതലയുള്ള പ്രത്യേക കമ്പനി തന്നെയാണ് ഇതിനു മേൽനോട്ടം വഹിക്കുന്നത്. 2013 ആരംഭിച്ചതാണ് കമ്പനിയുടെ പ്രവർത്തനം. വിമാനത്താവളങ്ങളിലെ നിലവിലെ സൗകര്യങ്ങൾ വികസിപ്പിക്കുക, സാങ്കേതിക വിദ്യയും അടിസ്ഥാന സൗകര്യങ്ങളും നവീകരിക്കുക, യാത്രക്കാരുടെ സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുക തുടങ്ങിയവയും കമ്പനിയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. ജിദ്ദ, റിയാദ്, ദമ്മാം, അൽ ഉല, നിയോം എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യത്തെ 27 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ചുമതലയും ഈ കമ്പനിക്കാണ്. മീഡിയ 1, ജിദ്ദ. സൗദിയിൽ യൂസ്ഡ് കാറുകളുടെ വിൽപ്പനയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. ചൈനീസ് കാറുകളുടെ പുനർവിൽപ്പനയിൽ നിന്നുള്ള വരുമാനത്തിലെ കുറവാണ് പ്രധാന കാരണം. മറ്റ് കമ്പനികളുടെ യൂസ്ഡ് കാറുകളെ ആശ്രയിക്കുന്നതിൽ നിന്ന് ഉപഭോക്താക്കൾ പിൻവാങ്ങുന്നതും കുറവ് രേഖപ്പെടുത്താനിടയാക്കി. രാജ്യത്തെ പ്രമുഖ യൂസ്ഡ് കാർ വിൽപ്പന ഏജൻസികളെ ഉദ്ധരിച്ചാണ് സാമ്പത്തിക മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ആദ്യപാദം പിന്നിട്ടപ്പോൾ യൂസ്ഡ് കാറുകളുടെ വിൽപ്പനയിലും വരുമാനത്തിലും വലിയ ഇടിവ് നേരിട്ടതായി ഈ രംഗത്തുള്ളവർ അഭിപ്രായപ്പെട്ടു. ചൈനീസ് കാറുകളുടെ പുനർവിൽപ്പനയിൽ നിന്നുള്ള വരുമാനത്തിലെ കുറവാണ് പ്രധാന കാരണം. ഒപ്പം മറ്റു കമ്പനികളുടെ യൂസ്ഡ് കാറുകൾ വാങ്ങാൻ ഉപഭോക്താക്കൾ മടിക്കുന്നതും വരുമാനത്തിൽ കുറവ് രേഖപ്പെടുത്തുന്നതിന് ഇടയാക്കി. പുതിയ മോഡൽ ചൈനീസ് വാഹനങ്ങൾക്ക് പ്രിയമേറുന്നതാണ് ഇതിന് കാരണമായി ഇവർ പറയുന്നത്. ഉപയോഗിച്ച ചൈനീസ് കാറുകളുടെ പുനർവിൽപ്പന മൂല്യം മറ്റു കാറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ അന്തരമാണ് വിപണിയിൽ നേരിടുന്നത്. നൌഷാദ് രിക്കൂർ, മീഡിയ 1, ദമാം. ഒമാനിൽ വേനൽക്കാലത്ത് ഉയർന്ന വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫിക്സഡ് പേയ്മെന്റ് സേവനവുമായി നാമ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി. വരിക്കാർക്ക് വർഷം മുഴുവനും നിശ്ചിത തുകയടയ്ക്കാൻ സഹായിക്കുന്നതായിരിക്കും പദ്ധതിയെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 12 മാസത്തെ ശരാശരി ഉപഭോഗത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ഫിക്സഡ് പേയ്മെന്റ് സേവനം കണക്കാക്കുക. ഉപഭോക്താക്കൾക്ക് അവരുടെ യഥാർത്ഥ ഉപയോഗം പരിഗണിക്കാതെ തന്നെ ഈ മുൻകൂട്ടി നിശ്ചയിച്ച തുക അടക്കാൻ കഴിയും. നാമ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ സേവനം സബ്സ്ക്രൈബ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വൈദ്യുതി എത്ര ഉപയോഗിച്ചാലും നേരത്തെ നിശ്ചയിച്ച ശരാശരി തുക അടച്ചാൽ മതിയാകും. വേനൽക്കാലത്ത് ഉപഭോക്താക്കൾക്കുള്ള സാമ്പത്തിക ബാധ്യത ഒഴിവാക്കുകയാണ് ഈ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി. വേനൽക്കാലത്ത് ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുന്നതിനായി വിപുലീകൃത കോൾ സെന്റർ, ഓൺലൈൻ പിന്തുണ, സേവന തടസ്സങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളെ അറിയിക്കുന്നതിന് സജീവമായ ആശയവിനിമയം എന്നിവയും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. മീഡിയ 1, മസ്കത്ത്. ഷെങ്കൻ വിസ ലഭിക്കുന്നതിന് വിസ അപേക്ഷകർ വ്യാജ റിസർവേഷനുകൾ ഒഴിവാക്കണമെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം. ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിച്ചാൽ എംബസി അപേക്ഷ നിരസിക്കും. അംഗീകൃത ഓഫീസുകളോ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയോ ആയിരിക്കണം ബന്ധപ്പെട്ട എംബസികൾക്ക് അപേക്ഷകൾ നൽകേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് എംബസികൾ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാനും മന്ത്രാലയം പൌരന്മാരോട് ആവശ്യപ്പെട്ടു. രാജ്യത്തിന് പുറത്ത് എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ കുവൈറ്റ് ഡിപ്ലോമാറ്റിക് മിഷനുകളുമായോ കോൾ സെന്ററിലോ ബന്ധപ്പെടണമെന്നും അധികൃതർ പറഞ്ഞു. 33ാമത് അറബ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈനിലെ പ്രധാന റോഡുകളിലും ഹൈവേകളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നാളെയും മറ്റന്നാളും രാവിലെയും വൈകുന്നേരവും നിയന്ത്രണമുണ്ടാകും. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സല്ലാഖ്, സഖീർ പാലസ്, റൌണ്ട് എബൌട്ട് എന്നിവിടങ്ങളിലേക്ക് നിയന്ത്രണമുണ്ടാകും. ചില റോഡുകളിലെ ഗതാഗതം വഴിതിരിച്ചുവിടുമെന്നും ബദൽ റൂട്ടുകൾ യാത്രക്കായി ഉപയോഗിക്കണമെന്നും ഗതാഗത മന്ത്രാലയം അറിയിച്ചു. യുഎഇയിലെ ഏറ്റവും വലിയ യന്ത്രവൽകൃത ഭക്ഷണ പാക്കിംഗ് കേന്ദ്രം അൽ ഐനിൽ പ്രവർത്തനം ആരംഭിച്ചു. ദിവസം 325 ടൺ ഭക്ഷണ വസ്തുക്കൾ പാക്ക് ചെയ്യാനുള്ള ശേഷി ഈ കേന്ദ്രത്തിനുണ്ട്. കാർഷിക ഭക്ഷ്യമേഖലയിലെ സാങ്കേതിക സ്ഥാപനമായ സിലാലാണ് അൽ ഐനിൽ ഏറ്റവും വലിയ യന്ത്രവൽകൃത ഭക്ഷണ പാക്കിംഗ് കേന്ദ്രം തുറന്നത്. ദിവസം 325 ടൺ ഭക്ഷണ വസ്തുക്കൾ 1,80,000 പാക്കുകളിലാക്കാൻ കേന്ദ്രത്തിന് ശേഷിയുണ്ട്. പഴം, പച്ചക്കറി തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ കേടുകൂടാതെ ഉപഭോക്താക്കളിലെത്തിക്കാൻ ഈ സംവിധാനത്തിന് കഴിയും. ഇതിനു പുറമെ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാൻ 28 പ്രീ കൂളിംഗ് ചേംബറുകൾ, 9 കോൾഡ് സ്റ്റോറുകൾ എന്നിവ ഇതിന്റെ ഭാഗമാണ്. യുഎഇയുടെ കാർഷിക മേഖലയെയും വിപണിയെയും കൂടുതൽ വേഗത്തിൽ ബന്ധിപ്പിക്കാൻ പുതിയ സംവിധാനത്തിന് കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. മീഡിയ 1, അൽ ഐൻ. ഖത്തർ എക്കണോമിക് ഫോറത്തിന് തുടക്കം. അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഉദ്ഘാടനം ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേളയിൽ 900 കോടിയുടെ ഇൻസെന്റീവ് പ്രോജക്ട് ഖത്തർ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. രാഷ്ട്ര നേതാക്കളും നയതന്ത്ര പ്രതിനിധികളും സാമ്പത്തിക വിദഗ്ധരും ഉൾപ്പെടെ 1000-ലേറെ പേരാണ് 3 ദിവസമായി നടക്കുന്ന ഖത്തർ എക്കണോമിക് ഫോറത്തിന്റെ ഭാഗമാകുന്നത്. ഫെയർമൗണ്ട് ഹോട്ടലിൽ നടക്കുന്ന ഫോറം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഉദ്ഘാടനം ചെയ്തു. പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രസ് ഡ്യൂഡ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രി
പ്രഭാവോ സുബിയാൻഡോ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സാങ്കേതിക മേഖലയിൽ ഖത്തർ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ 900 കോടി ഖത്തർ റിയാൽ ഇൻസെന്റീവ് പാക്കേജും പ്രഖ്യാപിച്ചു. അൽ ഫനാർ എന്ന പേരിൽ അറബിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊജക്ടും പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്തു. അറബിക് ഭാഷാ ഡാറ്റ കളക്ഷനാണ് പ്രൊജക്ട് വഴി ലക്ഷ്യമിടുന്നത്. പ്രകൃതിവാതക മേഖലയിൽ നിക്ഷേപം നടത്തുന്നത് തുടരുമെന്നും ഖത്തർ പ്രധാനമന്ത്രി അറിയിച്ചു. ലോകമെമ്പാടുമുള്ള നിക്ഷേപകരെ ആകർഷിക്കാൻ ഖത്തറിന് സാധിക്കുന്നുണ്ട്. അവസരങ്ങളുടെ വാതിൽ തുറന്നിടുകയാണ് രാജ്യം. കോവിഡ് മഹാമാരിയിൽ നിന്നും കരകയറുന്നതിന് മുമ്പ് തന്നെ ലോകം യുദ്ധങ്ങളുടെ കരിനിഴലിലാണ്. യുക്രൈൻ യുദ്ധം, ഗസ യുദ്ധം, സുഡാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നിവ പ്രതിസന്ധികൾ രൂക്ഷമാക്കിയെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. മീഡിയ 1 ദോഹ. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ശേഷം ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് കുവൈത്തിൽ നിന്ന് മടങ്ങി. കുവൈത്ത് അമീറും പ്രധാനമന്ത്രിയും ഒമാൻ സുൽത്താനും പ്രതിനിധി സംഘത്തിനും കുവൈത്ത് വിമാനത്താവളത്തിൽ യാത്രയയപ്പ് നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന് കൂടുതൽ ഇഴയടുപ്പം നൽകിയാണ് ഒമാൻ സുൽത്താൻ മടങ്ങിയത്. ഒമാൻ സുൽത്താന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് വ്യാവസായിക, നിക്ഷേപ, സാമ്പത്തിക, നയതന്ത്ര സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള 4 ധാരണാപത്രങ്ങളും കഴിഞ്ഞ ദിവസം ഒപ്പുവച്ചിരുന്നു. കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ ജാബിർ അസ്സബാഹും ഒമാൻ സുൽത്താനുമായി ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തി. കുവൈത്തും ഒമാനും തമ്മിലുള്ള ചരിത്രപരമായ അടുപ്പവും വിവിധ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധവും ഇരുവരും വിലയിരുത്തി. GCC വിഷയങ്ങൾ, പ്രാദേശികമായും ആഗോളതലത്തിലും നടക്കുന്ന പുതിയ സംഭവങ്ങൾ എന്നിവയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള അസ്സബാഹും ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കാളികളായി. ഒമാൻ സുൽത്താനും പ്രതിനിധി സംഘത്തിനും അമീർ ഇന്നലെ രാത്രി അത്താഴവിരുന്നും സംഘടിപ്പിച്ചു. ഒമാൻ സുൽത്താനും സംഘവും കുവൈത്തിന്റെ ചരിത്രം പറയുന്ന അൽ സലാം പാലസ് മ്യൂസിയം സന്ദർശിച്ചു. മീഡിയ 1 കുവൈത്ത്. കുവൈത്തിൽ നാളെ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഉച്ച മുതൽ ആരംഭിക്കുന്ന മഴ വ്യാഴം വൈകുന്നേരം വരെ തുടരും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റടിക്കുന്നത് പൊടിപടലങ്ങൾക്ക് കാരണമാകുമെന്നും വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ന്യൂനമർദ്ദം പിൻവാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ അബ്ദുൽ അസീസ് അൽ ഖരാവി പറഞ്ഞു. പൌരന്മാരും താമസക്കാരും ജാഗ്രത പുലർത്തണമെന്ന് ജനറൽ ഫയർഫോഴ്സ് ആവശ്യപ്പെട്ടു. സഹായങ്ങൾക്ക് അടിയന്തര ഫോൺ നമ്പറായ 112 ബന്ധപ്പെടാം. ദുബൈയിൽ ബിസിനസ് ആരംഭിക്കാൻ ഇനി വളരെ എളുപ്പം. വീട്ടമ്മമാർക്കും കുറഞ്ഞ ചിലവിൽ സംരംഭക പദവിയിലേക്ക് വരാനുള്ള അവസരമാണ് ദുബൈ നൽകുന്നത്. അഭിരുചിയുള്ള മേഖലകളിൽ ദുബൈ ട്രേഡിംഗ് ലൈസൻസിന് എളുപ്പത്തിൽ അവസരമൊരുക്കുകയാണ് എമിറേറ്റ്സ് ക്ലാസിക് എന്ന സ്ഥാപനം. ബിസിനസ് സ്വപ്നം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആർക്കും അപേക്ഷിച്ച് ഒറ്റ ദിവസം കൊണ്ട് ട്രേഡിംഗ് ലൈസൻസ് സ്വന്തമാക്കാം. അതിനുള്ള സൗകര്യമാണ് തങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് എമിറേറ്റ്സ് ക്ലാസിക് അധികൃതർ അറിയിച്ചു. ബിസിനസ് സെറ്റപ്പ്, ഗോൾഡൻ വിസ, PRO സർവീസ്, ടൈപ്പിംഗ്, ഓൺലൈൻ സർവീസ്, കൺസൾട്ടൻസി സർവീസ്, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ, ദുബായ് കോർട്ട് സർവീസ് തുടങ്ങി ദുബായ് സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും എമിറേറ്റ്സ് ക്ലാസിക് നൽകി വരുന്നു. ട്രേഡ് ലൈസൻസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോർമലായിട്ട് പ്രൊജക്ട് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ലൈസൻസാണ് ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയും ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ എല്ലാ ലൈസൻസിനും വേണ്ട, ഇപ്പോൾ ഒരു ട്രാവൽ ഏജൻസി തുടങ്ങുകയാണ്, ആ ട്രാവൽ ഏജൻസിക്ക് സിവിൽ ഏവിയേഷൻ അപ്രൂവൽ വേണം. ഇപ്പോൾ ഒരു ഫാർമസി തുടങ്ങുകയാണ്, അതിന് DHAയുടെ അപ്രൂവൽ വേണം. അതുപോലെയുള്ള എല്ലാ അപ്രൂവൽസും നമ്മൾ ട്രേഡ് ലൈസൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. 2 പതിറ്റാണ്ടായി ബിസിനസ് സെറ്റപ്പ്, PRO സർവീസ് മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച തമീം അബൂബക്കറാണ് എമിറേറ്റ്സ് ക്ലാസിക്കിന്റെ ചെയർമാൻ. ദുബൈയുടെ വികസന സാധ്യതകൾക്കൊപ്പം നീങ്ങാനും മെച്ചപ്പെട്ട സ്ഥാപന മേധാവികളായി മാറാനും ഉപഭോക്താക്കൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും എമിറേറ്റ്സ് ക്ലാസിക് നൽകി വരുന്നുണ്ട്. മീഡിയ 1 ദുബൈ. ഡോക്ടർമാരുടെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചുവന്നവർ വേദനകളിൽ നിന്ന് പ്രതീക്ഷയിലേക്കുള്ള ആ യാത്ര ഒരിക്കൽ കൂടി കണ്ടു. അബുദാബി അൽഖാനയിലെ ബിഗ് സ്ക്രീനിൽ രോഗകാല ദുരിതങ്ങൾ തെളിഞ്ഞപ്പോൾ അതിജീവിച്ചവരുടെ മുഖങ്ങളിൽ കണ്ണീരും പുഞ്ചിരിയും. UAEയിലെ ആദ്യ ഹെൽത്ത് കെയർ വീഡിയോ സീരീസായ H4 ഹോപ്പിന്റെ ആദ്യ പ്രദർശനവേദിയാണ് പ്രേക്ഷകർക്ക് വ്യത്യസ്ത ദൃശ്യാനുഭവം ഒരുക്കിയത്. ബുർജിയിൽ ഹോൾഡിംഗ്സിന് കീഴിലെ ബുർജിയിൽ മെഡിക്കൽ സിറ്റി നിർമ്മിച്ച H4 ഹോപ്പ് യഥാർത്ഥ ജീവിതത്തിലെ രോഗികളുടെയും ഡോക്ടർമാരുടെയും അപൂർവവും സങ്കീർണവുമായ അനുഭവങ്ങൾക്കാണ് ദൃശ്യാവിഷ്കാരമേകിയത്. പ്രദർശനത്തിന് മുന്നോടിയായി ഇവർ റെഡ് കാർപ്പറ്റിലൂടെ ഒരുമിച്ച് നടന്നെത്തി. 5 ഹ്രസ്വചിത്രങ്ങളടങ്ങിയ ആദ്യ സീസൺ അബുദാബി ഗ്ലോബൽ ഹെൽത്ത് കെയർ വീക്കിനോടനുബന്ധിച്ചാണ് പുറത്തിറക്കിയത്. The stories that we present are true inspirational stories, and the medical capabilities that we have in Burjeel Medical City are not available anywhere across the GCC and the MENA region, which is in itself very unique.
Abu Dhabi and the United Arab Emirates is now at the forefront of medical technology and providing cutting-edge medical care, and we are all very proud of it. ഗർഭസ്ഥ ശിശുവിന് സ്പൈന ബിഫിഡ എന്ന സങ്കീർണ രോഗാവസ്ഥ കണ്ടെത്തിയ ദമ്പതികളുടെ ഹൃദയസ്പർശിയായ യാത്രയാണ് ഹ്രസ്വചിത്രങ്ങളിൽ ഒന്നിന്റെ പ്രമേയം. ഡോക്ടർ മൻദീപ് സിംഗിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗർഭാശയ ശസ്ത്രക്രിയ അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവായി. കഠിനവേദനയാൽ ജീവിതം വഴിമുട്ടിയ ഫുട്ബോൾ പ്രേമിയായ കുട്ടിയുടെ യാത്രയാണ് മറ്റൊരു ചിത്രം. ഡോക്ടർ സൈനുലാബിദിന്റെ നിർദ്ദേശപ്രകാരം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. ഫുട്ബോൾ മൈതാനത്തിലേക്കുള്ള കുട്ടിയുടെ വിജയകരമായ തിരിച്ചുവരവ് സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ കയ്യടി. H4 Hope, it is a transformational way of really showcasing the true story of the heroes, the true heroes of these patients, and the actual really high caliber of physician who took so brave decisions to make a transformation for the life of these patients. അബുദാബിയുടെ മെഡിക്കൽ മുന്നേറ്റം പ്രേക്ഷകരുമായി പങ്കിടുന്നതിനാണ് സീരീസിലൂടെ ശ്രമിക്കുന്നതെന്ന് ബുർജീൽ ഹോൾഡിംഗ് സിഇഒ ജോൺ സുനിൽ പറഞ്ഞു. H4 ഹോപ്പ് സീരീസിലെ വീഡിയോകൾ ബുർജീൽ മെഡിക്കൽ സിറ്റിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് സംപ്രേഷണം ചെയ്യുന്നത്. മീഡിയ 1 അബുദാബി. KMCC ദമാം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ജനാധിപത്യ പോരാട്ടം പ്രതീക്ഷയോടെ ഭാരതം എന്ന തലക്കെട്ടിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ടി മൊയ്തീൻ കോയ മുഖ്യാതിഥിയായി. ഇന്ത്യാ സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യപരമായ വിശാല കാഴ്ചപ്പാട് രാജ്യത്തിനും ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതായി പരിപാടിയിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. KMCC പ്രൊവിൻസ് സെക്രട്ടറി സിദ്ദിഖ് പാണ്ഡികശാല ഉദ്ഘാടനം ചെയ്തു. ആലിക്കുട്ടി ഒളവട്ടൂർ, CH മൗലവി ബഹ്റൈൻ, ഗഫൂർ കൈപ്പമംഗലം എന്നിവർ സംസാരിച്ചു. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കുവൈത്ത് സംഘടിപ്പിക്കുന്ന EK നായനാർ അനുസ്മരണ സമ്മേളനം വെള്ളിയാഴ്ച നടക്കും. ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ അബ്ബാസിയയിൽ വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രശസ്ത ഗസൽ ഗായകൻ അലൂഷി നയിക്കുന്ന ഗസൽ സന്ധ്യയും ഉണ്ടാകും. പരിപാടിയിലേക്ക് മുഴുവൻ പ്രവാസി സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നതായി കലാ കുവൈത്ത് ഭാരവാഹികൾ അറിയിച്ചു. ഷാർജ ഉൾപ്പെടെ UAEയുടെ വിവിധ ഭാഗങ്ങളിൽ നേരിട്ട മഴക്കെടുതിയിൽ ദുരിതബാധിതർക്ക് തുണയായവർക്ക് ICF ഷാർജ സെൻട്രൽ കമ്മിറ്റിയുടെ അനുമോദനം. വ്യവസായ പ്രമുഖർ, മാധ്യമ സ്ഥാപന പ്രതിനിധികൾ, സ്വകാര്യ കമ്പനി സാരഥികൾ എന്നിവർ ആദരം ഏറ്റുവാങ്ങി. മുനീർ മാഹി അധ്യക്ഷത വഹിച്ചു. ഷെരീഫ് കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സലിം വളപട്ടണം, കരീം ഹാജി തളങ്കര, നാസർ ഹാജി മുഫീദ്, സുബൈർ പതിമംഗലം എന്നിവർ സംസാരിച്ചു. കുവൈത്തിൽ 3 പതിറ്റാണ്ട് കാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന അബ്ദുൾ റഹ്മാൻ പുഞ്ചിരിക്ക് ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ യാത്രയയപ്പ് നൽകി. അബ്ബാസിയ പോപ്പിൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ കുര്യൻ തോമസ് അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ജില്ലാ അസോസിയേഷൻ സ്ഥാപകാംഗമാണ് അബ്ദുൾ റഹ്മാൻ പുഞ്ചിരി. സിറിൽ ജോൺ അലക്സ്, സുരേഷ് വാരിക്കോലിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രൈം വോളിബോൾ ലീഗ് ചാമ്പ്യന്മാരായ കാലിക്കറ്റ് ഹീറോസിന്റെ വിജയം ദുബൈയിൽ ആഘോഷിച്ചു. ടീം ക്യാപ്റ്റൻ ജെറോം വിനീത് അടക്കമുള്ള താരങ്ങൾ പങ്കെടുത്തു. ദുബൈ രാജകുടുംബാംഗം ഷെയ്ഖ ഷംസ ബിന്ത് ഹഷർ അൽ മക്തൂം കേക്ക് മുറിച്ച് ആഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സഫീർ ബിക്കൺ, പരിശീലകൻ കിഷോർ, ഇസ്മായിൽ എലൈറ്റ, അബ്ദുല്ല ഫലക്നാസ്, അഷ്റഫ് താമരശ്ശേരി, ഷംസുദ്ദീൻ നെല്ലറ എന്നിവർ സംബന്ധിച്ചു. ഗായകൻ അഫ്സലിന്റെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി. ദുബൈ സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സേവന കൂട്ടായ്മയായ MSS വിവിധ ആതുര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാരെ ആദരിച്ചു. അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണ ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. MSS ചെയർമാൻ അബ്ദുൽ അസീസ്, ജനറൽ സെക്രട്ടറി ഷജിൽ ഷൌക്കത്ത്, വൈസ് ചെയർമാൻ അബ്ദുൽ ജബ്ബാർ, ട്രഷറർ നിസ്താർ PS, ഷെബിൻ സുഹൈർ, മുജീബ് എന്നിവർ സംസാരിച്ചു. ബഹ്റൈനിൽ പ്രവാസി വെൽഫെയർ റിഫ സോൺ പ്രവാസികൾക്കായി പാട്ടുത്സവം സംഘടിപ്പിക്കുന്നു. സൽമാബാദിലെ അൽ ഹിലാൽ ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ പാട്ടുത്സവം നടക്കും. രാവിലെ 8 മുതൽ 1 മണി വരെ അൽ ഹിലാൽ ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രവാസഭൂമിയിലെ വ്യത്യസ്ത മേഖലകളിൽ വേറിട്ട ചരിത്രം കുറിച്ച വനിതകൾ ദുബൈയിൽ മനസ്സു തുറക്കുന്നു. ഈ മാസം 26-ന് ഹെർ സ്റ്റോറി എന്ന പേരിൽ മീഡിയ 1 ഒരുക്കുന്ന പരിപാടിയിൽ വനിതാ പ്രതിഭകൾ തങ്ങളുടെ വിജയഗാഥകളും നേരിട്ട വെല്ലുവിളികളും പങ്കുവയ്ക്കും. ദുബൈ അക്കാദമിക് സിറ്റിയിലെ ഡി മോൺഫോർട്ട് യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിലാണ് മീഡിയ 1 ഹെർ സ്റ്റോറിക്ക് വേദിയൊരുക്കുന്നത്.
മെയ് 26 വൈകുന്നേരം 4 മുതൽ ആരംഭിക്കുന്ന പരിപാടിയിൽ പ്രതിഭ കൊണ്ട് നമ്മെ പ്രചോദിപ്പിച്ച വനിതകൾ സദസ്സിനു മുന്നിൽ മനസ്സു തുറക്കും. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ പ്രാവീണ്യം തെളിയിച്ച, പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടുകയും അവരവരുടെ മേഖലകളിൽ കഠിനാധ്വാനത്തിലൂടെ വിജയം വരിക്കുകയും അതുവഴി സമൂഹത്തിന് പ്രചോദനം നൽകുകയും ചെയ്യുന്ന വനിതകളെ, അവരുടെ കഥകളെ കേൾക്കുകയാണ് മീഡിയ വൺ ഹെയർ സ്റ്റോറിയിലൂടെ. ഇത്തരം അനുഭവങ്ങൾ, ഇത്തരം ജീവിത കഥകൾ പങ്കുവയ്ക്കപ്പെടുക വഴി മറ്റുള്ളവർക്ക് ഇത്തരത്തിൽ ഉയർന്നു വരണം എന്നാഗ്രഹിക്കുന്നവർക്ക്, സമൂഹത്തിന് അത് പ്രചോദകമാവും എന്നൊരു തിരിച്ചറിവിൽ കൂടിയാണ് വ്യത്യസ്തമായ വേറിട്ട ഈ ഒരു പരിപാടി ആവിഷ്കരിക്കാൻ മീഡിയ വൺ തയ്യാറായിട്ടുള്ളത്. ചലച്ചിത്രതാരവും റേഡിയോ അവതാരകയുമായ നൈല ഉഷ ഹെയർ സ്റ്റോറിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. UAE ആദ്യ വനിതാ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ സുആദ് അൽ ഷംസി, ലൈഫ് ഇൻഫ്ലുവൻസർ മോന തജർബി, മലയാള ഭാഷയെ വരുതിയിലാക്കിയ ഇമറാത്തി സഹോദരിമാരായ മറിയം അൽ ഹിലാലി, നൂറ അൽ ഹിലാലി, ഫുഡ് ATM സ്ഥാപക ഐഷ ഖാൻ, സെലിബ്രിറ്റി ഷെഫ് ജുമാന ഖാദിരി, ഹലീജ് ടൈംസ് ഹാപ്പിനെസ് എഡിറ്റർ നസ്രീൻ അബ്ദുള്ള തുടങ്ങിയവർ ഹെയർ സ്റ്റോറിയുടെ ഭാഗമാകാനെത്തും. വിവിധ കലാപ്രകടനങ്ങൾക്കും വേദി സാക്ഷിയാകും. മീഡിയ വൺ, ദുബായ്. CBSE പരീക്ഷയിൽ സൗദിയിലെ റിയാദിലെ സ്വകാര്യ സ്കൂളുകളും മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. 1000-ലേറെ വിദ്യാർത്ഥികളാണ് വിവിധ സ്കൂളുകളിലായി പരീക്ഷ എഴുതിയത്. റിയാദിലെ യാര, അൽ ആലിയ, അൽ യാസ്മിൻ, ആലിഫ് സ്കൂളുകളിലെല്ലാം മികച്ച വിജയമാണ് നേടിയത്. 100 മേനിയോടെയാണ് വിവിധ സ്കൂളുകളിലെ നേട്ടം. റിയാദിലെ വിവിധ സ്കൂളുകൾ മികച്ച വിജയമാണ് ഇത്തവണയും തുടർന്നത്. യാര ഇന്റർനാഷണൽ സ്കൂളിന് 10-12 പരീക്ഷകളിൽ 100 മേനിയാണ് വിജയം. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 125 വിദ്യാർത്ഥികളിൽ 52% പേർക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. 97.80% മാർക്ക് നേടിയ സ്റ്റേസി റണിത് സ്കൂൾ ടോപ്പറായി. 96.40 മാർക്ക് നേടിയ സെറീൻ സാഹിദ് ജാൻ രണ്ടാമതും 96.20% മാർക്ക് നേടിയ ഹന്ന മുജീബ് എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങളിലെത്തി. 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ 60 കുട്ടികളിൽ 49% പേർക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. സയൻസ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ സിദ്ര തഹസീൻ 97.40% മാർക്കോടെ സ്കൂൾ ടോപ്പറായി. ബിന്യാമിൻ മുത്തക്കി, സൽമാൻ ഫാരിസ് എന്നിവരാണ് 2-3 സ്ഥാനത്തുള്ളത്. കൊമേഴ്സ് വിഭാഗത്തിൽ ഹാരിസ് മാളിയേക്കലും ജലിൻ റോസും നേഹ സുദേശും ടോപ്പർമാരായി. അൽയാസ്മിൻ ഇന്റർനാഷണൽ സ്കൂളിൽ 98.1% പ്ലസ് ടുവിലെ വിജയം. 53 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. സയൻസിൽ 95% മാർക്കോടെ കൃഷ്ണേന്ദു ഹാഷിറാണ് സ്കൂൾ ടോപ്പർ. കൊമേഴ്സ് വിഭാഗത്തിൽ മുഹമ്മദ് റയ്യാനും കുഷ്നൂർ ഷായും മുഹമ്മദ് ഫൗസാനുമാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. 10ാം ക്ലാസ് പരീക്ഷയിൽ 100% വിജയമുണ്ട്. 108 പേരാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. റുഷ്ദ ഷബീറും മുഹമ്മദ് ഹാഷിഫും ലമ്യ ബസ്മയുമാണ് ആദ്യ 3 സ്ഥാനങ്ങളിലെത്തിയത്. അൽ ആലിയ ഇന്റർനാഷണൽ സ്കൂൾ 10ാം ക്ലാസ്സിൽ ആകെ 131 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 5 കുട്ടികൾ 95% കൂടുതൽ മാർക്ക് നേടിയിട്ടുണ്ട്. 97.6% മാർക്കോടെ ഫലക് ഫാത്തിമ ഒന്നാമതെത്തി. 96.2% മാർക്കോടെ ആൻലിയ ജോസഫ് 2ാം സ്ഥാനത്തും 96% മാർക്കോടെ ലിയോണ തോമസ് 3ാം സ്ഥാനത്തുമെത്തി. 12ാം ക്ലാസ്സിലാകെ 105 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 10 പേർ 90% കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. 94.4% മാർക്കോടെ ഇസ്മായിൽ മുഹമ്മദ് ആസിഫ് ഒന്നാമതെത്തി. നുഹ ഫാത്തിമയും അഭിനവ് സുദിയും 2ാം സ്ഥാനത്തെത്തി. റിയാദിലെ അലിഫ് ഇന്റർനാഷണൽ സ്കൂളിനും 10ാം ക്ലാസ് പരീക്ഷയിൽ 100 മേനിയാണ്. വിജയികളിൽ ഫാത്തിമ ഷനീഹ, ഫാത്തിമത്തുൽ ഹർഷ, ഷഹദീൻ റഹ്മാൻ എന്നിവർ ഉയർന്ന മാർക്കോടുകൂടി സ്കൂൾ ടോപ്പർമാരായി മാറി. വിജയിച്ച കുട്ടികളിൽ 67% പേർക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. മീഡിയ വൺ, റിയാദ്. റിയാദിലെ ഇന്ത്യൻ എംബസി സ്കൂളിന് ഇത്തവണയും CBSE പരീക്ഷയിൽ 100 പേരെ വിജയം. പ്ലസ് ടുവിൽ പരീക്ഷ എഴുതിയ 457 പേരിൽ 39 പേർക്ക് 90%-ലധികം മാർക്കുണ്ട്. 10ാം ക്ലാസ്സിൽ 435 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. പ്ലസ് 2 പരീക്ഷയിൽ മികച്ച വിജയമാണ് റിയാദ് ഇന്ത്യൻ എംബസി സ്കൂൾ നേടിയത്. 457 വിദ്യാർത്ഥികളിൽ 39 പേർക്കാണ് 90%-ലധികം മാർക്ക്. 208 വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. സയൻസ് സ്ട്രീമിൽ പരീക്ഷ എഴുതിയ സൗമ്യ സീതാപതി രമേശ് 97.6% മാർക്കോടെ ഇന്ത്യൻ സ്കൂളിലെ ടോപ്പറായി. സയൻസിൽ 96.8% മാർക്കുമായി ഇബ്ര സാബിറും ജിസ് ജാനക്സുമാണ് 2ാം സ്ഥാനത്ത്. കൊമേഴ്സ് വിഭാഗത്തിൽ ആയിഷ ആസിപ്പാലക്കൽ 91.4% മാർക്കോടെ സ്കൂൾ ടോപ്പറായി. 90% മാർക്ക് നേടിയ ഫാത്തിമ മുഹമ്മദ് അലിയാണ് കൊമേഴ്സിൽ 2ാം സ്ഥാനത്ത്. ഹ്യൂമാനിറ്റീസിൽ 93% മാർക്കോടെ അലിന ഫുർഖാനും ഐഷ അഹമ്മദും 1ഉം 2ഉം സ്ഥാനത്തെത്തി. 10ാം ക്ലാസ് പരീക്ഷയിൽ താനിയ ഷാനവാസ് 96.6% മാർക്കോടെ ഒന്നാമതെത്തി. 96% മാർക്ക് നേടിയ ദേവൻഷ് ഗോയലാണ് 2ാമത്. 3ാം സ്ഥാനത്ത്
ഐമൻ അമാതുള്ളയും അമൽദേവ് കുഞ്ഞിക്കാട്ടിലുമാണ്. 100% 10ാം ക്ലാസ്സിലും ഇന്ത്യൻ എംബസി സ്കൂളിനുള്ള വിജയ ശതമാനം. 435 കുട്ടികളിൽ 43 പേർക്ക് 90%-ലധികം ഇവിടെ മാർക്കുണ്ട്. 203 വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റിങ്ഷനുമുണ്ട്. വിജയികളെ സ്കൂൾ പ്രിൻസിപ്പൽ മീര റഹ്മാനും ഭരണസമിതിയും അഭിനന്ദിച്ചു. മീഡിയ 1 റിയാദ്. SNDP സേവനം റാക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് 25-ന് റാസൽ ഖൈമയിൽ വിഷു, ഈദ്, ഈസ്റ്റർ ആഘോഷം നടക്കും. 50 വർഷമായി റാസൽ ഖൈമയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഇന്ത്യക്കാരെ ആദരിക്കുന്ന ട്രിബ്യൂട്ട് റാക്ക് വെറ്ററൻസ് 2024 ചടങ്ങും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ബ്രോഷർ പ്രകാശനം റാക്ക് ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ അസൈനാർ, റാക്ക് കേരള സമാജം പ്രസിഡന്റ് നാസർ അൽദാനയ്ക്ക് നൽകി നിർവഹിച്ചു. അനിൽ വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദമാം നെസ്റ്റോ സൂപ്പർ മാർക്കറ്റും അൽ റയാൻ പോളിക്ലിനിക്കും ചേർന്ന് ആഘോഷം സംഘടിപ്പിച്ചു. നെസ്റ്റോ മാനേജ്മെന്റും റയാൻ ക്ലിനിക് മാനേജ്മെന്റ് ജീവനക്കാരും കേക്ക് മുറിച്ച ആഘോഷം പങ്കുവച്ചു. നെസ്റ്റോ ഓപ്പറേഷൻ മാനേജർ നിലാസ് നയന, HR മാനേജർ സുലൈമാൻ കുറുന്തോളി, ജനറൽ മാനേജർ നബീൽ കക്കടവത്ത്, റയാൻ പോളിക്ലിനിക് മാനേജർ മുഹമ്മദ് അൻവർ, ഡോക്ടർമാരായ അബ്ദുൽ കരീം, രഞ്ജിത്ത്, PRO അലി പാച്ചിരി എന്നിവർ സംബന്ധിച്ചു. വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില പരിശോധിക്കാം. ദുബായ് കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 42 ഡിഗ്രി സെൽഷ്യസ്. പനാമ കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ്. മസ്കത്ത് കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. സലാല കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്. റിയാദ് കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്. ജിദ്ദ കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്. ദമാം കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്. കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 27 പൈസ, UAE ദിർഹം 22 രൂപ 74 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 94 പൈസ, ഒമാനി റിയാൽ 217 രൂപ, കുവൈറ്റ് ദിനാർ 271 രൂപ 56 പൈസ, ബഹ്റൈൻ ദിനാർ 221 രൂപ 61 പൈസ. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ brought to you by വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6655 രൂപ, പവൻ 53,240 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5560 രൂപ, പവന് 44,480 രൂപ. വെള്ളി ഗ്രാമിന് 91 രൂപ. വെഡീസ് അവറിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ലൈഫിൽ അനീഷ പവാർ ഉണ്ടാകും. നമസ്കാരം.